സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലേ? ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളപ്പോൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു ബേസിക്സ് നമ്മൾ പഠിച്ച് തുടങ്ങാം. ഓക്കെ, സോ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. എന്തുവാടാ ആവറേജ്? ആവറേജ് എന്ന് വെച്ചാൽ എന്തുവാ? സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇത് നിന്നെ കൊണ്ട് മറ്റേ പറഞ്ഞു ജയിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത്. ഞാൻ കുഞ്ഞിലോട്ട് പഠിച്ചിട്ടുള്ള. ഓക്കെ, സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുക്കാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7, 8, 6, 7. ഓക്കെ, അങ്ങനെ 4 നമ്പേഴ്സ് ഞാനിവിടെ എടുത്തു. അപ്പം സം എന്ന് വെച്ചാൽ എന്തുവാ ചെയ്യണ്ടേ? ഇതെല്ലാം കൂടെ തമ്മിൽ കൂട്ടണം. ഓക്കെ, അപ്പം 7 + 8 + 6 + 7 അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടൂടാ? കൂട്ടാം. നമുക്ക് അതിന് മുമ്പ് നമ്പർ എത്രയാണ്? നമ്മുടെ 4 ആണ് അല്ലേ? അപ്പം നമ്പർ താഴെ എഴുതും, സമ്മ് മേളിൽ എഴുതും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടാൻ എത്ര കിട്ടും? 24 ആണോ? 28 അല്ലേ? 28/4. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇത് ഡിവൈഡ് ചെയ്തേ. 28/4. നമുക്ക് എത്ര കിട്ടും? നമുക്ക് 7 കിട്ടി അല്ലേ? നോക്കിയടാ, നമുക്ക് ആവറേജ് കിട്ടിയത് 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. മിഡിൽ നമ്പർ 7 ആണെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്താലോ? നോക്കി, ഇവിടെ നമുക്ക് കിട്ടിയ നമ്പർ നമുക്കൊന്ന് ഓർഡറിൽ എഴുതി നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ 6, പിന്നെ 7, പിന്നെയും 7, പിന്നെ 8. അപ്പോൾ നടുക്ക് വന്ന നമ്പർ ഏതാക്കണ്ടോ? 2 നമ്പർ വന്നിട്ടുണ്ട്. അത് രണ്ടും എന്തുവാ? 7 ആണ്. അപ്പം നമ്മുടെ ആവറേജിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? മിഡിൽ നമ്പർ എന്നാണ് നമ്മൾ ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? ജസ്റ്റ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഓക്കെ, അല്ലേ? ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ. എന്തുവാ? മീൻ എന്ന്. അപ്പം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മീൻ കണ്ടുപിടിക്കാനാണ്. അപ്പം മീൻ എന്തുവാടാ? ഓക്കെ, മീനല്ല. അതെ. അപ്പോൾ എന്തുവാ മീൻ? മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആവറേജിൻ്റെ വേറൊരു പേരാണ് മീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, MEAN. സെറ്റല്ലേ? അപ്പം ആവറേജിൻ്റെ വേറൊരു പേരാണ് മീൻ. നമ്മൾ അരിത്തമാറ്റിക് മീൻ എന്നും കൂടെ അതിനെ പറയും. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എന്തോ ക്വസ്റ്റ്യൻ? വായിച്ചോ. പേജ് നമ്പർ 238 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, in a T20 match 51 runs were scored in the first 5 overs. What is the mean run rate then? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ T20 മാച്ച് ഉണ്ട്. സോ T20 മാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവാടാ? ഇത്രേ ഉള്ളൂ. നമ്മുടെ 2020 മാച്ച് ക്രിക്കറ്റ് കളിയിലെ. അപ്പം അതിനകത്ത് 5 ഓവർ, ഫസ്റ്റ് 5 ഓവേഴ്സിൽ സ്കോർ ചെയ്തിരിക്കുന്ന റൺസാണ് എത്ര? 51. ഓക്കെ, നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീനാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ എന്ന് വെച്ചാൽ എന്തുവാ? ആവറേജ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങളെല്ലാവരും ബുക്ക് എടുത്തുകൊണ്ട് വരിക, എൻ്റെ കൂട്ടത്തിൽ ചെയ്യണേ. നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? മീൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നതൊക്കെ എടുത്ത് എഴുതാം. ഫസ്റ്റ് എന്തുവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? T20 മാച്ചിൽ 51 റൺസാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ റൺ സ്കോർഡ് എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. എത്രയാ ടോട്ടൽ റൺസ് സ്കോർഡ്? 51 അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇവിടെ തന്നിരിക്കുന്ന എന്തുവാ? 5 ഓവർ അല്ല അല്ലേ? 5 ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്രാവശ്യം കളിച്ചപ്പം 5 ഓവറിൽ. അപ്പം 5 ഓവർ കൊണ്ട് എത്ര റൺസ് അവർ സ്കോർ ചെയ്തേ? 51 റൺ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ഓവേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഓവർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5 ആണ്. സെറ്റ് അല്ലേ? അപ്പം നമുക്ക് നമ്പരും ഉണ്ട്, ടോട്ടലും ഉണ്ട്. ടോട്ടൽ എന്ന് വെച്ചാൽ എന്തുവാ? സമ്മാണ്. ഓക്കെ, ടോട്ടലിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്തുവാ? ടോട്ടലിൻ്റെ അർത്ഥം സമ്മാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മീനാണ്. സോ നമുക്ക് മീനിൻ്റെ ഫോർമുല അറിയാമല്ലോ. നമുക്കിങ്ങനെ എഴുതാം, മീൻ റൺ റേറ്റ് ഈക്വൽ ടു, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, മീൻ റൺ റേറ്റ്. അപ്പം മീൻ റൺ റേറ്റ് ഈക്വൽ ടു എത്രയാ? സം ഡിവൈഡ് ബൈ നമ്പർ, നമ്മുടെ ഫോർമുല അല്ലേ? അപ്പോൾ ഇവിടെ സം എന്ന് പറഞ്ഞാൽ എന്തുവാ? 51 ആണ് അല്ലേ? സോ നമുക്ക് 51 ഡിവൈഡ് ബൈ 5 ചെയ്യാം. സോ നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? ഡിവിഷൻ അല്ലേ? നമ്മൾ പോയിന്റ് ഇട്ടുള്ള ഡിവിഷൻ ചെയ്യണം. കാരണം നമ്മൾ 5 എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്താ? എനിക്ക് 5 1s are 5, റിമൈൻഡർ 0. പക്ഷേ ഈ 1 താഴത്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക്
ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ആദ്യം തന്നെ 0 ഇടും. കാരണം എന്താ, 1 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 0 ഇടും, പിന്നെ പോയിന്റ് ഇടും. എന്നിട്ട് നമ്മളിവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ 5 എപ്പോഴാ 2 സാർ 10 അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് 10.2 എന്ന് കിട്ടി. സോ 10.2 ആണ് നമ്മുടെ എന്ത് മീൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ കിട്ടിയില്ലേ? ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോടാ വേണ്ടേ? അപ്പോൾ നമുക്ക് ഇത് ഇച്ചോട്ടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. നമുക്കിങ്ങനെ എഴുതാം എന്ത് 10.2 റൺസ് പെർ ഓവർ ആണ് നമ്മുടെ ആൻസർ. സെറ്റ് അല്ലേടാ? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. ഐ മീൻ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് പാർട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചേ. If this run rate is maintained, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, റൺ റേറ്റ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ എന്ത് പറ്റി വായിക്കേ, റൺ റേറ്റ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ റേറ്റ് നമ്മളിപ്പോൾ കിട്ടിയ റേറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ എന്തുവാ ചോദിച്ചേക്കുന്നത്? what is the total they can expect? ടോട്ടൽ എത്രയായിരിക്കും അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിയടാ, ഇവിടെ പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര ഓവേഴ്സ് ഉണ്ട് T20 മാച്ചിൽ, അത് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ T20 മാച്ചിൽ 20 ഓവേഴ്സാണ് ഉള്ളത്. ചിലപ്പോൾ ക്രിക്കറ്റ് കളി കാണാത്ത പിള്ളേരുണ്ട്, സോ അവർക്ക് വേണ്ടി പറയുവാണ്. T20 മാച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഓവേഴ്സ് ഉണ്ട്? 20 ഓവേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം T20 മാച്ചിൽ എത്ര ഹാസ് 20 ഓവേഴ്സ്. ഓക്കെ അല്ലേ? ഇൻ ടോട്ടൽ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂടെ എഴുതി വെച്ചേക്കാം. സോ T20 മാച്ച് ഹാസ് 20 ഓവേഴ്സ് ഇൻ ടോട്ടൽ. അപ്പം ഇവർ ചോദിച്ചിരിക്കുന്നത് എന്തുവാ, നമുക്ക് ആവറേജ് കിട്ടിയേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളിയുടെയാണ്. ഒരു കളിയിൽ ഈ മറ്റേ 10.2 ഉണ്ടെങ്കിൽ ടോട്ടൽ ഓവേഴ്സിൽ എത്ര സ്കോർ ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാമല്ലോ. നമുക്കിങ്ങനെ എഴുതാം, എക്സ്പെക്റ്റഡ് ആണ്. സോ നമുക്ക് അത് ഉറപ്പില്ല ഇത്രയൊക്കെ സ്കോർ ചെയ്യുമെന്ന്. നന്നായിട്ട് കളിക്കുന്നവരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അല്ലാതെ ചിലപ്പം അല്ലേ, ചിലപ്പോൾ കളിക്കാരൊക്കെ മോശമായി കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ പോയി ചിലപ്പം അവരൊക്കെ ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഫൈൻ. എക്സ്പെക്റ്റഡ് ടോട്ടൽ റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? ഇത്രേ ഉള്ളൂ. നമ്മൾ രണ്ടും കൂടെ തമ്മിൽ ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ആവറേജും ടോട്ടലും തമ്മിൽ ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? റൺ റേറ്റ് ഇൻറ്റു ടോട്ടൽ ഓവേഴ്സ്. ഓക്കെ, എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഒരു നമ്മുടെ റൺ റേറ്റ് എത്രയാ? നമുക്ക് 10.2 ആയിരുന്നു. ടോട്ടൽ എത്ര ഓവേഴ്സ് ഉണ്ട്? 20 ഓവേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഓവറിൽ നമുക്ക് 10.2 കിട്ടുവാണെങ്കിൽ അപ്പോൾ സെക്കൻഡത്തെ ഓവറിലും ഈ പുള്ളിക്കാരൻ കറക്റ്റായിട്ടൊക്കെ കളിച്ച് ഈ ടീം കളിച്ച് നന്നായിട്ട് 10.2 കിട്ടുവാണെങ്കിൽ അങ്ങനെ കളിച്ച് 20 ഓവേഴ്സിലും 10.2 തന്നെ കിട്ടുവാണെങ്കിൽ അവർക്ക് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എത്ര റൺസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്? ഇത് രണ്ടും കൂടെ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 10.2 തന്നെ ഇടാൻ വേണമെങ്കിൽ ഇൻറ്റു 20 അല്ലേ? അപ്പം നമുക്ക് ഈ 0 ഉള്ളത് കൊണ്ട് തന്നെ ഈ പോയിൻ്റ് അങ്ങ് വേണമെങ്കിൽ കളയാം അല്ലേ? അപ്പം നമുക്ക് പോയിൻ്റ് പോയി നമുക്കിതൊന്ന് റീറൈറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. സോ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 402 നമുക്ക് ആൻസർ എത്ര ഇടാം? 204 റൺസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സെറ്റല്ലേ? സോ ഇത് ക്രിക്കറ്റ് കളി ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിക്കറ്റ് കളി ഇഷ്ടമുള്ള ചോദിക്കുമായിരിക്കും. ചോദിച്ചാലോ? കളി കാണാത്ത പിള്ളേരെന്ത് ചെയ്യും? അവരും പഠിച്ചിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ബേസിക്സ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഇനി ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മേ ബി റിപ്പീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് ചെയ്യണം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ എന്തുവാടാ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗ്രൂപ്ഡ് അക്കോർഡിംഗ് ടു ദെയർ മാർക്സ് ഇൻ എ മാത്ത് ടെക്സ്റ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മീൻ മാർക്ക് ഓഫ് ദ ക്ലാസ്? സോ നമുക്ക് മീൻ കണ്ടുപിടിക്കണം. സോ ഇത് ടേബിളിൽ വരുന്ന ഒരു മീനിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യനകത്താണെങ്കിൽ നമുക്കൊരു ടേബിള് ഒരു പുതിയതായിട്ട് നമ്മൾ ഇത് നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കൂടെ വരയ്ക്കണം എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, നിങ്ങൾ ഒരു കോളം കൂടെ വരയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് ഈ ടേബിൾ താഴത്തോട്ടും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങനെ കണ്ടോ? എന്നിട്ട് നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ മാർക്കും ചിൽഡ്രനും കൂടി തമ്മിൽ ഇൻറ്റു ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മാർക്സ് ഇൻറ്റു ചിൽഡ്രൻ.
എക്സാമിൽ ഇതേപോലെ എഴുതണം. ഇങ്ങനെ തന്നെ എഴുതാം. ചിൽഡ്രൻ്റെ സ്പെല്ലിങ് ഓക്കെ. അറിയത്തില്ല. അതെ. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. സോ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സൊക്കെ നമുക്ക് ഇപ്പോഴത്തെ എഴുതാം. ഇൻറ്റു എന്നതിൻ്റെ കാര്യം എന്താടാ നോക്കിയേ, 2 × 1 2 തന്നെയാണ്. ഒരു കൊച്ചിന് 2 മാർക്ക് കിട്ടി. പക്ഷേ ഇവിടെ നോക്കിയടാ 2 പിള്ളേർക്ക് 3 മാർക്ക് കിട്ടിയേക്കും. അപ്പം 2 പിള്ളേരുണ്ട്. സോ നമുക്ക് ഇങ്ങനെ പറയാം 2 പിള്ളേർ. ഇപ്പം ഒരു കൊച്ച് ഇവിടെ ഇങ്ങനെ കാണിക്കാം അല്ലേ, 2 കൊച്ചു പിള്ളേർ. സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ ഈ 2 പിള്ളേർക്ക് എത്ര മാർക്ക് കിട്ടിയേക്കുന്നത്? 3 മാർക്ക് വെച്ചാൽ കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സമയം എത്രയാ? നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 6 മാർക്സാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്ലസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു ചെയ്തതിനെക്കാട്ടും എത്ര പിള്ളേരുണ്ടോ അത് നമ്മൾ ഇൻറ്റു ചെയ്തങ്ങ് അല്ലേ പ്ലസ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ഇൻറ്റു ചെയ്തങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ എത്ര കിട്ടൂടാ? 6 കിട്ടും അല്ലേ? അപ്പം നമുക്ക് ഇതെല്ലാം അങ്ങനെ ഇൻറ്റു ചെയ്ത് നമുക്ക് ഒരു കോളം ഉണ്ടാക്കാം. സോ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 20 20 36 77 77 80 80 36 20 20 സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കുക. പിന്നെ താഴത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വരയ്ക്കണമെന്നില്ല. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടോട്ടൽ എഴുതുക. കാരണം നമ്മുടെ മീനിൻ്റെ ഫോമിൽ എന്തുവാടാ? നമ്മുടെ മീനിൻ്റെ ഫോമിൽ എന്തുവാ? മീൻ ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇത് നിങ്ങളിങ്ങനെ പറഞ്ഞ് സെറ്റാക്കുക. കാരണം ഇനി മറന്ന് പോകാനേ പാടില്ല. മീൻ ചോദിച്ചു കഴിഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ പഠിക്കും. അപ്പം മീൻ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ബേസിക് ഫോമിലാണ് സം ഡിവൈഡഡ് ബൈ നമ്പർ. പക്ഷേ സം കണ്ടുപിടിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ, മാർക്ക് ഇൻറ്റു ചിൽഡ്രൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാർക്ക് കിട്ടും. കാരണം നമുക്ക് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ടോട്ടൽ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 297 കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഒരു കൊച്ചിൻ്റെയും 2 കൊച്ചിൻ്റെയും ഒന്നും അല്ല, നമുക്ക് എല്ലാ പിള്ളേരും ആ ക്ലാസ്സിൽ മൊത്തം പിള്ളേരുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അപ്പം സം ചെയ്ത് നോക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? സം എത്രയാ? 297 ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാടാ? 45 അല്ലേ? 45 അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കുത്തിയിരുന്ന് ഡിവൈഡ് ചെയ്യുക. 9ാം ക്ലാസ് ആയില്ലേ? ചെയ്യണ്ടേ അല്ലേ? ഡിവിഷൻ ചെയ്തല്ലേ? ടേബിളൊക്കെ പഠിപ്പിച്ച് തരുന്നുണ്ട്, ഷോർട്ട്സിൽ കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് കാണുക. എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 6.6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. സോ 6.6 എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ നമ്മുടെ മീൻ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ, വാട്ട് ഈസ് ദ മീൻ മാർക്ക് ഓഫ് ദ ക്ലാസ്? നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. എത്രയാ? 6.6. സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്തൊരു പാർട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റൻ എന്തുവാ ചോദിച്ചേക്കുന്നത്? എന്തുവാടാ? How many got less marks than the mean? സോ മീനെക്കാട്ടും കുറവ് മാർക്ക് കിട്ടി എത്ര പേർക്കുണ്ടാ? മീൻ എത്രയായിരുന്നു മാർക്ക്? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് എത്രയായിരുന്നു? 6.6 ആണ് നമുക്ക് മീനായിട്ട് കിട്ടിയത്. അതിനെക്കാട്ടും കുറവ് മാർക്ക് കിട്ടി എത്ര പേരാ? 6.6 എവിടെ കിടക്കുന്നത്? ഇതിന് തന്നെ ഇടയ്ക്കല്ലേ അല്ലേ? 6.6 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടും കുറവ് മാർക്ക് കിട്ടി എത്ര പേരുണ്ട്? ഈ പിള്ളേരെല്ലാവരും വരത്തില്ലേ? ഇത്രയും പിള്ളേർക്ക് അല്ലേ 6.6-നെക്കാട്ടും കുറവ് മാർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും മാർക്ക് അങ്ങ് പ്ലസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ തമ്മിൽ അത്രയും പ്ലസ് ചെയ്യാം അല്ലേ? എത്ര പിള്ളേർക്കാ? നമുക്ക് ഇതെല്ലാം കൂടെ തമ്മിൽ അത്രയും പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. ആ പിള്ളേരുടെ എണ്ണം അങ്ങ് പ്ലസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് അങ്ങ് പ്ലസ് ചെയ്ത് കൊടുക്കാം അല്ല? ഈ മാർക്ക് പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിള്ളേരുടെ എണ്ണമാണ് എത്ര പേരാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ? നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ എഴുതാം. ഇങ്ങനെ എഴുതാൻ മതി, നമ്പർ ഓഫ് ചിൽഡ്രൻ, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക, വിത്ത് ലെസ് മാർക്ക് മാർക്സ് ദാൻ ദ മീൻ അല്ലേ? ദാൻ ദ മീൻ എന്ന് പറയുന്നത് എത്രയായിരിക്കുംടാ? നമുക്ക് എല്ലാം കൂടെ തമ്മിൽ അങ്ങ് പ്ലസ് ചെയ്യാം. ജസ്റ്റ് നമ്പറൊക്കെ ഒന്ന് പറഞ്ഞടാ. എത്രയാ? 6 + 4 + 5 + 2 + 1 സെറ്റ് അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് പ്ലസ് ചെയ്ത് കൊടുത്താൽ എത്ര കിട്ടും? നമുക്ക് 18 അല്ലേ? 18 കിട്ടും അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. സോ 18 കിട്ടും. നമുക്ക് 18 ആണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇത്ര ചെയ്താൽ മതി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തുവാ ക്വസ്റ്റ്യൻ? How many got more marks than the mean? മോർ മാർക്സ്. എത്ര പിള്ളേർക്കാണ് മോർ കിട്ടിയേക്കുന്നത്? ജസ്റ്റ് നോക്കിയാൽ പോരെ.
ഇവിടെയാണ് മീൻ. ഈ കൂടുതൽ കിട്ടിയേക്കുന്ന എത്ര പിള്ളേർക്കാ ഉള്ളത് നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പം ചിൽഡ്രൻ്റെ ഇതാണ് നമ്പർ ഓഫ് ചിൽഡ്രൻ കേട്ടോ, നമ്പർ ഓഫ് ചിൽഡ്രൻ ആയത് അല്ലേ. അപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ ഇത്രയും പിള്ളേരുടെ അങ്ങ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? സോ നമുക്ക് സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ, ഫുൾ എഴുതുക വിത്ത് മോർ മാർക്ക് അല്ലേ, മോർ മാർക്ക് മാർക്സ് ദാൻ ദ മീൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എല്ലാം കൂടെ തമ്മിൽ പ്ലസ് ചെയ്താലോ? പ്ലസ് ചെയ്ത് പറഞ്ഞേ. 7 അല്ല ഇത്, മറ്റേത് പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. 11 + 10 +4 + 2 അല്ലേ, ഇതിനോട് പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ പ്ലസ് ചെയ്തൊക്കെ നോക്കുക. ഞങ്ങൾ കുറച്ചങ്ങ് പ്ലസ് ചെയ്ത് ഫാസ്റ്റാക്കി ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഫാസ്റ്റിലേക്ക് പോകാൻ പോവാം. നിങ്ങൾക്ക് ഇനി നിങ്ങൾ കൂടെ ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ് ചെയ്തൊക്കെ വെച്ച് നോക്കാം കേട്ടോ. നമ്മൾ ഫാസ്റ്റിന് ചെയ്തു പോകാൻ പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The details of rubber sheet a farmer got during a month are shown below. How many kilogram of rubber did he get a day on average in this month? ആവറേജ് കണ്ടുപിടിക്കണം. സെറ്റ് അല്ലേ? എങ്ങനെ ചെയ്യേണ്ടതെന്ന് വലിയ ഇതില്ലാതെ മനസ്സിലാക്കാമല്ലോ. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മി ഇൻഡു ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് റബ്ബറും ഡേയ്സും തമ്മിൽ ഇൻഡു ചെയ്യാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോക്സ് കണ്ട് ഇൻഡു ചെയ്തേക്കണം. ഈ ബോക്സ് കണ്ട് ഞങ്ങൾ ഇൻഡു ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ മീൻ കണ്ടുപിടിക്കാനാണെങ്കിലോ കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. സോ റബ്ബർ ഇൻഡു ഡേയ്സ് ചെയ്യുക. പെട്ടെന്ന് ഇൻഡു ചെയ്ത് പോയിക്കിടാം. ഇത് പെട്ടെന്ന് ഇൻഡു ചെയ്ത് പറഞ്ഞേ. 9 × 3 എത്രയാ? 27. നമുക്ക് ഇൻഡു ചെയ്ത് തന്നെ പോവാം. ഇത് 40 കിട്ടും. ഇത് നമുക്ക് എത്ര കിട്ടും? 33, 36, പിന്നെ എത്ര കിട്ടും? 65, 5, ഓക്കെ, പിന്നെ 84, 96. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ സം ചെയ്യും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ തമ്മിൽ ടോട്ടൽ അല്ലേ, ടോട്ടൽ കണ്ടുപിടിക്കും. ടോട്ടൽ എത്രയായിരിക്കും? ഇതെല്ലാം കൂടെ തമ്മിൽ സം ചെയ്തേ. ഇപ്പം എത്രയായിട്ട് നമുക്ക്? 381. ഇനി ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സിൻ്റെ സം ചെയ്യണമല്ലോ. അപ്പം ഇതിൻ്റെയും കൂടെ സം ചെയ്തേ അങ്ങ്. ഇപ്പം എത്ര കിട്ടും? 30. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പം നമുക്കിവിടെ ടോട്ടൽ എന്ന് എഴുതി വെക്കാം നമ്മൾ. കാരണം ഈ ഡേയ്സിൻ്റെയും റബ്ബറിൻ്റെയും അല്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തമ്മിലുള്ള സമ്മാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്തുവാ? സം ഡിവൈഡ് ബൈ നമ്പർ. സെറ്റ് അല്ലേടാ. നമുക്കിനി ഇവിടെ ഞാൻ ഇച്ചിരി സ്പേസ് ഇല്ല എഴുതാനായിട്ട്. ഓക്കെ, സോ എഴുതാം നമുക്ക്. സോ ഞാൻ ഈ സൈഡിലായിട്ട് എഴുതുവാണ്, നിങ്ങൾ ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതുക കേട്ടോ. എന്തോ നമുക്ക് പറഞ്ഞേക്കുന്നത് നമ്മുടെ മീനിൻ്റെ ഫോമുല. സോ മീൻ ഈക്വൽ ടു എന്തുവാ? സം ഡിവൈഡ് ബൈ നമ്പർ. സോ നമുക്ക് സം ഡിവൈഡ് ബൈ നമ്പർ, സം എത്രയാടാ നമുക്ക് കിട്ടിയേ? 381 ഡിവൈഡ് ബൈ നമ്പർ എത്രയായിരുന്നു? 30. നമുക്ക് ആൻസർ എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കുക, വൃത്തിയായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടൂടാ? 12.7 കിലോഗ്രാം എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആവറേജ്, അതായത് നമ്മുടെ എന്തുവാ? നമ്മുടെ മീൻ. പക്ഷെ നിങ്ങൾക്ക് 12.7 ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ എഴുതിയേക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക, വൃത്തിയായിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഡിവിഷൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഷോർട്സിൽ ഇടുന്നതായിരിക്കും. ഇതിലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഡിവിഷണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് അല്ലേ പുള്ളിക്കാരി ചെയ്യും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? വായിക്ക്. The price of a kilogram of rubber is 175 rupees. How much did he get a day on average this month from rubber? Okay, so ഇവിടെ പ്രൈസ് തന്നിരിക്കുവാണ്. എത്രയാടാ? 175 രൂപയാണ് പ്രൈസ്. എന്ന് വെച്ചാൽ 1 കിലോഗ്രാമിന് 175 രൂപയാണെങ്കിൽ അവന് ഡെയിലി ആവറേജ് ഒരു ദിവസം ആവറേജിൻ്റെ വെച്ചിട്ട് ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് എ ഡേ? ഓക്കെ, എ ഡേ ഓൺ ആവറേജ് ഇൻ ദിസ് മന്ത്. ഈ മാസം അവന് ഒരു ദിവസത്തിൻ്റെ ആവറേജിൻ്റെ കണക്ക് വെച്ചിട്ട് ഒരു ദിവസം അവന് എത്ര രൂപ കിട്ടിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവന് എത്ര കിലോഗ്രാം കിട്ടി ഒരു ദിവസം? 12.7 കിട്ടി. അങ്ങനെയാണെങ്കിൽ അല്ലേ, ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നമുക്ക് എവിടെ എഴുതാം? അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്തുവാടാ? ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ല, പാർട്ട് നമ്പർ 2 നമുക്ക് ചെയ്യേണ്ട എന്തുവാ? നമുക്ക് ഒരു ദിവസം അല്ലേ, നമുക്ക് ഇങ്ങനെ എഴുതാം. 1 kg ഓഫ് റബ്ബറിന് അവന് കിട്ടുന്ന എത്രയാടാ? 175 രൂപ ആണ് അല്ലെ, റുപ്പീസ് ആണ് അവന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് കിട്ടിയ എത്രയാ? 12.7 അല്ലേ ഓഫ് റബ്ബർ. റബ്ബറിന് കിട്ടാൻ പോകുന്ന എത്രയായിരിക്കും? 175 ഇൻറ്റു എത്രയാ?
12.7 ഇൻറ്റു ചെയ്ത് നോക്കുക വൃത്തിയായിട്ട്. സോ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2222 എന്ന് കിട്ടും. ഓക്കെ, 0.5 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടും. സെറ്റ് അല്ലേടാ? ഇത്ര ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പേജ് നമ്പറൊക്കെ നൈസായിട്ട് മാറിപ്പോകുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് പേജ് നമ്പർ 240 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളിപ്പോൾ ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? The table below shows the days in a month sorted according to the amount of rainfall in a locality. What is the mean rainfall per day during this month? ഓക്കെ, വായിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടേബിൾ വന്ന് എന്ത് ചെയ്യണോടാ? ഒരു ടേബിൾ എക്സ്ട്രാ വരയ്ക്കും. ഒരു ടേബിൾ എക്സ്ട്രാ വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ഇൻഡു ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ടേബിൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾ ബുക്ക് എടുത്തോണ്ട് വരിക, നിങ്ങൾ വരയ്ക്കുക, എക്സ്ട്രാ ടേബിൾ വരയ്ക്കുക. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? റെയിൻഫോൾ ഇൻറ്റു ഡേയ്സ് നമുക്ക് ഇൻറ്റു ചെയ്യാം അല്ലേ? അപ്പം ഇച്ചിരി വലിയ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈ ടേബിളിലുള്ളത്. അല്ലാതെ വാക്കുകളെല്ലാം സെയിം ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. എന്തോ ചെയ്യാം? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര ഇട്ടൂടാ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 162 പിന്നെ 280 348 165 100 188 സോ 188 220 82. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻറ്റു ചെയ്ത് കുറച്ച് ടാസ്ക് ആണ് അല്ലേ? എന്നാലും നമ്മൾ ഫാസ്റ്റ് ഇൻറ്റു ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്ന ചാപ്റ്റർ, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും നല്ല ഫോക്കസ് ചെയ്ത് അല്ല, ഒരു ചെറിയൊരു തെറ്റ് നമ്മുടെ മാർക്ക് തന്നെ കളയാം. സോ നമുക്ക് വൃത്തിയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടിയിലത്തെ സാധനം ടോട്ടൽ എല്ലാത്തിൻ്റെയും തമ്മിലുള്ള ടോട്ടൽ, ഇതിൻ്റെ തമ്മിലുള്ള ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 30 തന്നെയാണ് അല്ലേ? പിന്നെ മറ്റേ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി വലിയ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? 1545. ഓക്കെ, മീൻ റെയിൻഫോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? എല്ലാം തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. സോ നമുക്ക് ഇങ്ങനെ എഴുതാം: മീൻ ഈക്വൽ ടു എന്തുവാ? സം ബൈ നമ്പർ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാടാ? 1545 ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാ? 30 അല്ലേ? സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സോ 51.5 മില്ലിമീറ്റർ. ഓക്കെ, യൂണിറ്റുകൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത്രയും റെയിൻഫോൾ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കാം: മീൻ റെയിൻഫോൾ ഡ്യൂറിങ് ദിസ് മന്ത് ഈസ് ദിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് എക്സസൈസ് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് പാർട്ട് എക്സസൈസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. സോ അല്ലേ, അയ്യോ കാല് കഴിച്ചു. സോ നമ്മൾ അത്യാവശ്യം നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് പാർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സോ വൃത്തിയായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. സോ ഒരു മാർക്ക് പോലും കളയാൻ പാടില്ല. സെറ്റല്ലേ? സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.